ഹായ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവാണേ. എൻ്റെ മൂത്ത മോൾക്ക് ഇങ്ങനെ കുക്കർ കേക്ക് ഉണ്ടാക്കി തമ്മ കുറേ ദിവസമായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ, ഒന്നും ഉണ്ടാക്കി തമ്മ, ഭയങ്കര ആഗ്രഹം. കുറച്ച് ദിവസമായി. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് ഇങ്ങനെ കയറി. അപ്പം ഞാൻ കരുതി കുട്ടികൾ പറയുന്നില്ലേ, സാധിച്ചു കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നേക്കില്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ആദ്യം കുറച്ച് മൈദാമാവ് എടുത്തു, അതൊന്ന് അരിച്ചെടുക്കുവാണേ. അരിച്ചെടുത്തു. അപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ പിന്നെ അടുത്തൊരു കവറും കൂടി ഞാൻ എടുത്തു. അതിൽ നിന്ന് കുറച്ചെടുത്തു, ഇങ്ങനെ അരിച്ചെടുക്കുക കേട്ടോ. അതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡറൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഇട്ട് നന്നായിട്ട് അരിച്ചെടുത്ത്. അപ്പോൾ കുറച്ച് മാവും കൂടിപ്പോയി, അത്ര എടുത്തില്ല, കുറച്ച് മാറ്റി വെച്ചു. അങ്ങനെ അരിച്ച് വെച്ചിട്ട് സോഡാപ്പൊടി മാത്രമേ എപ്പോഴും ഇടാറുള്ളൂ, കുറച്ച് അധികം തോനെ ഇടാറില്ല. നമ്മളെ വീട്ടിലേക്കല്ലേ, അപ്പോൾ അതനുസരിച്ച്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കും, കുക്കർ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 5 മുട്ട എടുത്ത് അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ പഞ്ചസാര പൊടിച്ചു ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പം ഇത്ര അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മാവിട്ട് കുറച്ച് ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം, കുറേശ്ശെ. അങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം എടുക്കും കേട്ടോ, ഇതിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് ആയി വരാൻ വേണ്ടി. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇതായി എടുത്തതിന് ശേഷം കുക്കറൊന്ന് ചൂടാക്കാൻ വെച്ച് കേട്ടോ. പിന്നെ ഈ ഒരു ഇതിലിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലൂസ്. പിന്നെ ഒരിത്തിരി മാവ് കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുറച്ചിട്ടിട്ട്. പിന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കിയെടുത്ത് ഇത്രയും മതി. അപ്പം പിന്നെ നമ്മൾ കുക്കർ ചൂടാക്കാൻ വെച്ചു. കുക്കറിൻ്റെ ഇടയിലൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുക്കർ വെച്ച് പിന്നെ അതിനകത്ത് കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ രണ്ടും കൂടെ മിക്സാക്കി കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് വെക്കണം കേട്ടോ. ഇതിങ്ങനെ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണേ. എന്നിട്ട് അതിങ്ങനെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബട്ടർ എടുക്കുക കേട്ടോ. ബട്ടർ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ബട്ടർ നമ്മൾ ഫ്രീസറിൽ ഇരുന്ന് ഇച്ചിരി കട്ടിയായിട്ട് പോയി, ഫ്രീസറിലങ്ങനെ നിൽക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരുന്നു. അപ്പം പിന്നെ അത് ഇട്ട് ഇങ്ങനെ ചൂടായി വന്നപ്പോൾ സെറ്റായി. പിന്നെ കുറച്ചിങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കണം കേട്ടോ. എന്നിട്ട് ഈ ബാറ്റർ അതിനകത്ത് ഒഴിക്കണമേ. എന്നിട്ട് ഒഴിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ, ഒരു 40 മിനിറ്റ് നമ്മൾ ഇത് ഒന്ന് വേഗം വെക്കണം കേട്ടോ. 40 മിനിറ്റെങ്കിലും കുക്കാവണേ. ഞാൻ അതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. അങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്. ഇതുണ്ടാക്കി ഒറ്റ ദിവസം കൊണ്ട് അവർ കുറച്ച് സമയം കൊണ്ട് അത് കഴിച്ച് തീർക്കും. നല്ല ഇഷ്ടമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും അവർക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. എന്താണെന്നറിയാൻ വയ്യ, ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനോട് കൂടുതൽ താല്പര്യം മക്കൾക്ക്. അപ്പം എന്നിട്ട് നമ്മളിതിൻ്റെ ആ ബബിൾസൊക്കെ കളയാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കണം. തട്ടി കൊടുത്തതിന് ശേഷം അടപ്പെടുത്തു, കുക്കറിൻ്റെ മൂടിയെടുത്തു. പിന്നെ അതിൻ്റെ ആ ഫിസിൽ മാറ്റിയിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 40 മിനിറ്റ് കേട്ടോ.
അപ്പോൾ അത് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ടൊക്കെ വേവാറുണ്ട്. 40 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നേ. ഞാനൊന്ന് കുത്തി നോക്കുവാണ് കേട്ടോ, ഉള്ളൊക്കെ വെന്തൊന്നു. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ തോന്നി വെച്ച്. പിന്നെ ഇതിരുന്ന് വേകാനുള്ളൊരു സമയം മാത്രമേ ആയുള്ളൂ. പക്ഷെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുവാണെങ്കിൽ, മാവൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പൊങ്ങിയൊക്കെ വരും കേട്ടോ. ഇത് ഞാൻ അപ്പം തന്നെ എടുത്ത് വെയിറ്റ് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ലാസ്റ്റ്. പെട്ടെന്ന് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് തോന്നുന്നില്ല, സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുറിച്ച് അവർ അപ്പോഴേ കൊടുത്തു, കഴിച്ചു. അങ്ങനെയൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. കുറച്ച് ദിവസം പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല, വയ്യാത്തതുകൊണ്ടൊക്കെ ആയിരുന്നു, പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.